കെസിയ ഇത് എവിടാ നീ വന്നിരിക്കുന്ന ഇപ്പം? ഈ വീട് കണ്ടേ, നമ്മുടെ പണ്ടത്തെ വീടാണ്. ആരെങ്ങടെ അപ്പനപ്പൂപ്പന്മാര് താമസിച്ച വീടാണോ? ആണോ? ഇവിടെ ഇപ്പം താമസമില്ലേ? ഇവിടെ വാടകയ്ക്ക് കൊടുത്തേക്കോ. ആണോ? ഈ കൃഷിയൊക്കെ ആദ്യാ ഇത് കൃഷിയൊക്കെ നമ്മള് വാടകയ്ക്ക് അവിടെ ചെയ്തേക്കുന്നത്, പാട്ടത്തിന് കൊടുത്തേക്കാണല്ലേ. പക്ഷെ ഇത് നല്ല വീടായിരുന്നല്ലോ, ഇത് തട്ടിക്കൂട്ടി നല്ല പഴയ മോഡൽ വീട്. ഇത് പഴയ മോഡൽ. ഇതിന്റെ അകത്ത് നിറച്ചുണ്ടല്ലേ ഈ കരിയും വെച്ച് തട്ട് പോലെ ഇതിന്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നിറച്ച് എലിശല്യല്ല ആണല്ലേ. ഇവിടെ എങ്ങനെയാ നേരത്തെ വാടകയ്ക്ക് കൊടുത്തെന്നറിയോ? ഈ മുറി പണ്ട് ഇവിടെ ഒരു അടുക്കള ഉണ്ടായിരുന്നേ. ഇത് ഇത്രയും ഭാഗം ഒരു കൂട്ടരും, ഇവിടുന്ന് അത്രയും ഭാഗം ഒരു കൂട്ടരും, അങ്ങനെയാ താമസിച്ചോണ്ട്. ഇവിടെ നല്ല ഭംഗിയാ, നല്ല വ്യൂ ആയിരുന്നല്ലോ. പിന്നെ നേരത്തെ ഇത് ഫുൾ റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോഴ് ആണോ? റബ്ബർ നഷ്ടത്തിലായോണ്ട് റബ്ബർ വെട്ടിയിട്ട് ഇപ്പം കൈത വെച്ചിരിക്കുക. അതിന്റെ അകത്തെല്ലാം ഇടയിൽ റബ്ബർ വെച്ചിട്ടുണ്ട്. ആണല്ലേ. കൊള്ളാമല്ലോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഈ പൂവുണ്ട്, ഇത് കോളാമ്പിപ്പൂ. കോളാമ്പിപ്പൂവോ? തല വെക്കാനൊക്കെ എടുക്കാം അല്ലേ? പോയോ? അതാടെ പോയി. ഇതാണ് വാഴ. നേരെ ഉണ്ടല്ലോ, ഇതാണ് വാഴ. താഴെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് കണ്ടോ? കിണർ. അതിന്റെ ഇടയ്ക്ക് ഒരു കിണറുണ്ട്. അതിന്റെ ഇടയിലല്ലേ? അവിടെ ആയിരുന്നു പണ്ട് ഞങ്ങള് വെള്ളമെല്ലാം ചോദിക്കൊണ്ടിരുന്നത്. ഇതുണ്ടോ? ഇത് വർഷമായിട്ടുള്ള ചെമ്പകമാണ്. ചെമ്പകോ? ഇന്ന് നമ്മൾ അനുപ്യം കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഡെങ്കു പോസിറ്റീവ് ആണ്. അടുത്ത അധികം ഡെങ്കു സ്ഥിരീകരിച്ച കുട്ടിയാണ്, വയ്യാത്ത കുട്ടിയാണ്. ഈ പൂ ഇവിടെ നിൽക്കുന്നതാണോ? നല്ല രസമുണ്ടടി. ഇതേ നമ്മുടെ വീട്ടിൽ വെച്ചാൽ എത്ര കമ്പ് വെച്ചിട്ട് അത് കിടക്കുന്നില്ല. ഇവിടെ നല്ല കാട് പിടിച്ചെടുക്കുന്നില്ല. അതെന്തടി ആ കാണുന്നു ഒരു ഓടിട്ട ഇത് കാണുന്നു? ഇത് ഇവിടുത്തെ ഷീറ്റ് വരെയായിരുന്നു പണ്ട്. ഇവിടെ റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് പിടിച്ചടിക്കാൻ വേണ്ടി അതിന്റെ എൻജിൻ കൊണ്ടുപോയോ? താഴെ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. തോടുണ്ടോ? ആ തോടുണ്ട്. പിന്നെ അത് കണ്ടോ കമ്പനി, അപ്പോളോടെ ടയർ കമ്പനിയാ. കാണുന്നു, അങ്ങ് കാണുന്നു അല്ലേ? അതിന്റെ തൊട്ടപ്പുറം മെയിൻ റോഡാ. നേരത്തെ ഇതിവിടെ വഴിയൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വഴിയൊക്കെ. എന്ത് ഇത് കണ്ടോ കൃഷ്ണതുളസി. കൃഷ്ണതുളസി നമ്മള് പനിയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കത്തില്ലേ, അതിന്റെ ഇത്. ഈ കൃഷ്ണ തുളസിയും കൃഷ്ണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കറിയത്തില്ല. അത് തമ്മിലൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണ തുളസി. അവിടെ ആ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ഒരു ബിഹൈൻഡ് സ്റ്റോറി പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മുടെ വീട്ടിലല്ലാത്തതുകൊണ്ടാണ് ബ്രൂണോച്ചൻ്റെ വീഡിയോസ് ഇടാഞ്ഞത്. നമ്മളിന്ന് വീട്ടിൽ പോയതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.